And within kinematic synthesis, where we have reached now, എവിടെ വരെ എത്തി നമ്മൾ? Analytical methods. We were discussing about analytical methods. ഒരു സെക്കൻഡ്. ആൻഡ് analytical method തന്നെ we have discussed അല്ലെങ്കിൽ we have been discussing about Chebyshev space. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ. ആൻഡ് യു ഹാവ് ദ ഇക്വേഷൻ ഫോർ Chebyshev spacing with you. അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. സോ നൗ Chebyshev സ്പേസിങ്ങിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഇന്നലെ ജസ്റ്റ് നോക്കി തുടങ്ങി. Write down a function y is equal to x raised to 1.8. എല്ലാവരും എഴുതി y is equal to x raised to 1.8 എന്ന ഫംഗ്ഷൻ. Consider a function y is equal to x raised to 1.8. എഴുതിയോ? എല്ലാരും എഴുതിയാ? Yes, sir. So let the function be y is equal to x raised to 1.8. Now, till the topics that we have discussed till now, find out. That means the task given for you might be to design or synthesize a mechanism so that this function can be generated. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഒരു മെക്കാനിസം സിന്തസൈസ് ചെയ്യാൻ എനിക്ക് പറയാം. സോ അതിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ടു കാൽക്കുലേറ്റ് ദ പ്രിസിഷൻ പോയിന്റ്സ്. ഓക്കെ. സോ ഞാൻ ചോദിക്കുന്നത് y is equal to x raised to 1.8 എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്, ആൻഡ് റേഞ്ച് ഓഫ് x 1 less than or equal to x less than or equal to 4 ആണെന്ന് വിചാരിക്കുക. This is the range of x. What you have to do is you have to calculate 3 precision points. ഇതിന് 3 precision points calculate ചെയ്യണം. That means precision points n will be 3. എല്ലാവരും പെട്ടെന്ന് കണ്ടുപിടിക്കുക. Find out 3 precision points. വേഗം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? Yes, sir. ഞാൻ പറഞ്ഞു തിരിഞ്ഞോ? ഹലോ ഹലോ ഹലോ. Yes, sir. Are you able to hear me? കേൾക്കുന്നുണ്ടോ? Yes, sir. കേൾക്കുന്നുണ്ട്.
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ് സർ. സാർ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും, 3 പ്രശ്നം പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, ആ കേൾക്കുന്നുണ്ട്. ബോയ്സ്, ക്യാൻ യു ഹിയർ മീ? യെസ് സർ. യെസ് സാർ. ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, ക്യാൻ യു ഹിയർ മീ? യെസ് സാർ, കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറയോ? ഹലോ സാർ. ഹലോ 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 ഹലോ. ഹലോ സാർ, ഓക്കെ ഓക്കെ ഓക്കെ. കേൾക്കുന്നുണ്ടോ? ഹലോ സാർ. സാർ നമ്മൾ പറയുന്നുണ്ട്. അങ്ങോട്ട് കേൾക്കുന്നുണ്ട്, അവര് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ എന്തായാലും ഞാൻ എങ്ങനെ എടുക്കുക? ഹലോ, എടാ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. യെസ് സർ. സാർ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ. ഞാൻ പറയുന്നത് ഇപ്പൊ അവര് കേൾക്കുന്നുണ്ട്, അവര് കേൾക്കുന്നുണ്ട്, അവര് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഹലോ ഹലോ.
Okay. So every analytical process, the first stage will be to calculate the precision points. അപ്പോൾ നിങ്ങളോട് പ്രിസിഷൻ പോയിന്റ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുണ്ട്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യു ആർ ഗിവൺ എ ഫംഗ്ഷൻ ആൻഡ് യു ആർ ആസ്ക്ഡ് ടു, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സാർ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നില്ല, അവര് പറഞ്ഞൊന്നും ഇങ്ങോട്ട് കേൾക്കുന്നില്ല, ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. സാർ കേൾക്കുന്നുണ്ട്. എല്ലാം പ്രശ്നം ഇവിടെ, എല്ലാം പ്രശ്നം പോയിട്ടുണ്ടാവും സാർ. എടാ സാറിന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് കേൾക്കുന്നില്ലടാ. സാർ കേൾക്കുന്നില്ലോ. മൈക്ക് പോയാലും നമ്മളെ കേൾക്കാണ്ട് സാറല്ല. ക്ലാസ് ഓവർ ഡിസ്പേഴ്സ്. എടാ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറയാ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. പറയുന്നുണ്ട്, ഒന്നും കേൾക്കുന്നില്ല. ഹലോ സാർ. പറയുന്നുണ്ട് സ്റ്റുഡൻസ്, പിള്ളേർ പറയുന്നുണ്ട്, ഞാൻ ഒന്നും കേൾക്കുന്നില്ല. പോട്ട് സാറേ, എന്തായാലും ക്ലാസ് എടുക്കാം. ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇടും കേട്ടോ ചാറ്റ് ബോക്സിൽ. സോ ഫോർ എവറി അനലിറ്റിക്കൽ synthesis process, the first stage will be calculation of precision or accuracy points. ഇപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടിയാലും അല്ലെങ്കിൽ വാട്ട് എവർ ബി ദ ഫംഗ്ഷൻ ഗിവൺ ഫോർ യു ഇൻ ദ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും ആക്യുറസി പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. ആൻഡ് ഫോർ ദിസ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ചെബിഷീവ്സ് മെത്തേഡ്. ചെബിഷേവ് മെത്തേഡ് എന്ന് പറയും. ഈ ചെബിഷേവ് മെത്തേഡിനും ഐ ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ആൻ ഇക്വേഷൻ ഫോർ യു, അല്ലെ? Now we can use either equation or a small graphical method is also there to calculate the precision points according to Chebyshev's rule. പക്ഷെ ആ ഗ്രാഫിക്കൽ മെത്തേഡ് ഇപ്പം വേണ്ട, അത് ഐ വിൽ ജസ്റ്റ് മെൻഷൻ ഡൗൺ ദ ലൈൻ. ഓക്കെ, എപ്പോൾ സമയമാണ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുക, അതിനെ കൊണ്ടൊരു ആവശ്യമില്ല. ചെറിയൊരു സർക്കിൾ വരച്ച് ചെയ്യേണ്ടതാണ്, സിമ്പിൾ മെത്തേഡാണ്. ഫോർ ദ ടൈം ബീങ് നമുക്ക് ഇക്വേഷൻ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. വി വിൽ ഗോ ഫോർവേഡ് വിത്ത് ഇക്വേഷൻ. Now ചെബിഷേവ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? xj is equal to 1/2 into xf plus xs minus 1/2 into xf minus xs, അല്ലേ? ഇതല്ലേ ഇക്വേഷൻ? Multiplied by pi into ഇക്വേഷൻ പറ. പറഞ്ഞിട്ട് സാർ കാര്യമില്ലല്ലോ സാർ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒന്നും കേൾക്കൂലല്ലോ അല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യും. ഓക്കെ, ഫൈൻ. എന്തായാലും ഇക്വേഷൻ നിങ്ങൾക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് യു കാൽക്കുലേറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം അത് എനിക്ക് കാണാനും പറ്റൂലല്ലോ.
ഞാൻ ഒന്നും കൂടി ഒന്ന് തട്ടി നോക്കട്ടെ. ഓക്കെ, വാട്ടർ വിട്. കാണുന്നില്ലേ? എഴുതി കാണുന്നില്ല, സോറി. 2a. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ വാട്ട്? ചെബിഷീവ് സ്പേസിംഗ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആക്യുറസി പോയിന്റ്സ് കണ്ടുപിടിക്കാം. എന്തിനാണ് ആക്യുറസി പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് വി ഹാവ് എ ഡെഫിനിറ്റ് റീസൺ. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആക്യുറസി പോയിന്റ്സ്? അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സി, ഇമാജിൻ യു ഹാവ് എ ഗ്രാഫ്. നിങ്ങൾക്കൊരു വൈ ആക്സിസ് ഉണ്ട്, നിങ്ങൾക്കൊരു എക്സ് ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസിൽ ഫംഗ്ഷൻസ് ഓഫ് എക്സ് ഉണ്ടാവും. ഇത് ഡിപ്പെൻഡിങ് ഫംഗ്ഷൻസ് ഓൺ എക്സ് ആണ് വൈയിൽ ഉണ്ടാവുക. സപ്പോസ് ഇതിന്റെ മേലെ സർട്ടൻ പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ ഇത് കാണുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗ്രാഫ് വരക്കുന്നത് വൈൻ്റെ മേലെയും കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇല്ലേ? ബേസിക്കലി നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ വൈൻ്റെ ഓരോന്നും ഹൊറിസോണ്ടൽ പാരലൈൻസ് വരച്ചാൽ ആൻഡ് എക്സ് എന്നുള്ള ഓരോ പോയിന്റിൽ നിന്നും വെർട്ടിക്കൽ പാരലൈൻസ് ഡ്രോ ചെയ്താൽ ഇവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക? റിലേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കും അല്ലെ? നൗ ദ റിലേഷൻ ദാറ്റ് വി വിൽ ഒബ്റ്റെയിൻ ഈസ് എ ലീനിയർ റിലേഷൻ. ഇതൊരു സ്ട്രെയിറ്റ് ലീനിയർ റിലേഷൻ ആണ് അല്ലെ? ദിസ് ഗ്രാഫ് സജസ്റ്റ്, അതായത് when the values of x varies, correspondingly the value of y also varies, but 100% that variation they will follow at these particular points. അതല്ല ഈ ഗ്രാഫിന്റെ എക്സാക്ട് അർത്ഥം. ഈ പോയിന്റുകളിൽ എങ്ങനെയാണോ ഫംഗ്ഷൻ, പ്രൊപ്പോർഷണൽ ഫംഗ്ഷൻ y and f, how proportional they are, the proportionality remains to its 100% at these particular junctions അല്ലെ? ഈ പോയിന്റുകളെയാണ് നമ്മൾ ആക്യുറസി പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു മെഷീൻ അല്ലെങ്കിൽ ഒരു മെക്കാനിസം വെൻ ഇഫ് വി ആർ ഡിസൈനിങ്, വി ആർ ഓൾ ഹ്യൂമൻസ് അല്ലെ? ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് മെക്കാനിസംസ് ആണ്, മോഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫങ്ഷൻസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മെക്കാനിസം ഈ ഒരു ലീനിയാരിറ്റി ഫോളോ ചെയ്യണമെന്നില്ല. ലീനിയാരിറ്റി മീൻസ് ഐ ആം സിംപ്ലി റെപ്രസെന്റിങ് ദ ലീനിയാരിറ്റി ഫോർ ദ ഫങ്ഷൻ. സ്ട്രെയിറ്റ് ഗ്രാഫ്, പ്രൊപ്പോർഷണാലിറ്റി, ഇതൊന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ലീനിയറിറ്റി മാത്രമേ പറയുന്നുള്ളൂ. y ഈസ് എ ഫംഗ്ഷൻ റിലേറ്റഡ് ടു x, ആ റിലേഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. സോ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്ന മെക്കാനിസത്തിന്റെ ഗ്രാഫ് ചിലപ്പോൾ ഇങ്ങനെയാവാം അല്ലെ? ബട്ട് ഈവൻ ദോ ദ റിലേഷൻ ഈസ് വേരിയിങ്, വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് വേരി ചെയ്തിട്ടാണ് പോകുന്നതെങ്കിലും, look at these points. ഈ പോയിന്റ്സ് ഉണ്ട്, ഈ പർട്ടിക്കുലർ ജംഗ്ഷൻസ് വേണ്ട. അറ്റ് ദീസ് പർട്ടിക്കുലർ ജംഗ്ഷൻസ് എന്താണ്? y is equal to f of x is completely satisfied. ഈ പർട്ടിക്കുലർ ജംഗ്ഷൻസിൽ y is equal to f of x fully satisfied ആണ്. റീസൺ എന്താ? ഇതിനെയാണ് നമ്മൾ ആക്യുറസി പോയിന്റ്സ്, പ്രിസിഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ x, if suppose you are going to design a mechanism for this function y is equal to x raised to 1.8 എന്ന ഫംഗ്ഷൻ സക്സസ്ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെക്കാനിസം ഡിസൈൻ ചെയ്യാൻ പോകുന്നതാണെങ്കിൽ കൂടി ഇതുകൊണ്ടാണ് ഈ ഒരു വേരിയേഷൻസ് വരാം അല്ലെ? കാരണം ഡിസൈനിൽ, ഐ മീൻ സിന്തസിസിൽ പല വേരിയേഷൻസ് സംഭവിക്കാം. ബട്ട് എന്തൊക്കെ വേരിയേഷൻ സംഭവിച്ചാലും ദ ഫംഗ്ഷൻ സോ ആസ് ടു മെയിൻറ്റെയിൻ ഇറ്റ് സക്സസ്ഫുള്ളി നമുക്കതിൽ എക്സാക്ട് ആയിട്ട് ആ ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്ന ചില പോയിന്റ്സ് കണ്ടുപിടിക്കണം. ആക്യുറസി പോയിന്റ്സിനെ ഗ്രാഫിക്കലി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് വരച്ചത്. ഒരു നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ലിങ്കും ഇതെല്ലാം ആലോചിച്ചിട്ട് അതിലെങ്ങനെ ഈ ഗ്രാഫ് വരിക നല്ല ചിന്തിക്കണ്ടേ. ഒരു ലിങ്കേജ് വെച്ചിട്ട് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്ത ആ സിസ്റ്റം ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ എക്സിക്യൂഷനിൽ വരുന്ന 100% എക്സിക്യൂഷൻ നടക്കുന്ന ചില പൊസിഷൻസും പോയിന്റ്സും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ആക്യുറസി പോയിന്റ്സ് വിളിക്കുന്നത്. സോ ഫോർ എവറി സിന്തസിസ് ദ ഫസ്റ്റ് സ്റ്റേജ് വിൽ ബി ടു get an understanding or to calculate which are those points where these functions will be 100% satisfied. 100% satisfied. രണ്ടും എടുത്തോ, രണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കോ. അതിലാണ് വോളിയത്തിന്റെ ഇതുള്ളത്, മറ്റേതിൽ അതില്ല.
So that is what we call as accuracy points, and the method or the equation that we use to calculate these accuracy points is Chebyshev method or the Chebyshev equation. Now, how will you calculate this one? In the artha enda calculate cheyumbol first point shraddikanda, always keep your calculator in the radian mode. Calculator radian മോഡിൽ ആക്കുക, ഡിഗ്രി എന്നുള്ളത് മാറ്റിയിട്ട് റേഡിയൻ മോഡിൽ ആക്കുക. കാരണം ന്യൂമറിക്കൽ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഐ ഹോപ്പ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ കീപ് യുവർ കാൽക്കുലേറ്റ് ഇൻ ദ റേഡിയൻ മോഡ്. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നൗ ഹൗ വിൽ യു സ്റ്റാർട്ട്? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റേഞ്ച് ഓഫ് എക്സ് ഈസ് ഗിവൺ അല്ലെ. സോ ഫ്രം വിത്തിൻ ദ റേഞ്ച് റൈറ്റ് ഡൗൺ എക്സ് സ്റ്റാർട്ടിംഗ് വാല്യൂ ഈസ് 1 and x ending or final value is 4. So ഇതിൽ നിന്ന് എന്ത് കിട്ടും? xf plus xs should be equal to 5 and xf minus xs, which is nothing but delta x, is equal to what? 3. You are asked to calculate the accuracy points for 3 precision points. 3 accuracy points ആണ്. So ഈ ഇക്വേഷനിലെ n എന്നുള്ളത് എന്താവും? 3 ആയി മാറും. ഇത്രയും ഡാറ്റ ഇത് ഗിവൺ കണ്ടീഷൻ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി എന്ത് ചെയ്യുക? ലുക്കിംഗ് അറ്റ് ദ ഗിവൺ ഇക്വേഷൻ, ഫൈൻഡ് ഔട്ട് 3 ആക്യുറസി പോയിന്റ്സ്. ആ ആക്യുറസി പോയിന്റ്സ് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ 3 പോയിന്റ്സ് ഫോർ എക്സ് ആൻഡ് 3 പോയിന്റ്സ് ഫോർ വൈ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വിൽ സ്റ്റാർട്ട്. വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ, കാരണം ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് റിഗാർഡിംഗ് യുവർ 6th മോഡ്യൂൾ ന്യൂമറിക്കൽ. 6th മോഡ്യൂളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂമറിക്കൽ ആണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഞാൻ പറയുന്നത്. ഈ ഒരു സിംഗിൾ സ്റ്റേജ് സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ചത് ഓർക്കുക. 10 മാർക്സിന്റെ 14th ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ്, അതുപോലത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റേജ് ആണിത്. ആ 10 മാർക്സ് മാത്രമല്ല ഇതിനാവശ്യം, ചെബേഷിവ് സ്പേസിംഗ് യൂസ് ചെയ്ത് പ്രിസിഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കേണ്ട ചോദ്യം മാത്രം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 6 or 7 മാർക്കിന് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ കാണിച്ചു തരാം. So idina we'll start by putting 1 for j. Putting 1 for j. Karanam this will give you your first precision points. So the values of j will be always what? J eppozhum endayirikkum 1, 2, 3 etc. You are asked to solve for 3 precision points. So j maximum edukkunna values 1, 2, 3 ആയിരിക്കും. That means xj എന്ന് പറഞ്ഞാൽ you will get x1, x2 and x3. If you are asked to calculate for 6 precision points, j എവിടം വരെ പോകും? 6 വരെ പോകും. You will have to calculate x1, x2, x3, x4, x5 and x6. അതാണ് j. Okay, so let us try for x1. x1 എന്ന് പറഞ്ഞാൽ എന്താവും? half into what was xf plus xf 5 അല്ലേ, minus half into what was xf minus xs 3, and this should be multiplied by pi into 2j minus 1. What is j here? J corresponds to 1. x1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് j എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 into 1 minus 1 divided by 2n. 2 multiplied by n എന്താണ്? n is 3. നമുക്ക് 3 precision point കണ്ടുപിടിക്കണ്ടേ. This is the equation. Solve this one. ഇത് സോൾവ് ചെയ്തിട്ട് text me the message. ആ ചാറ്റ് ബോക്സിൽ ഇതിന്റെ വാല്യൂ ഇടും. ഇത് സോൾവ് ചെയ്യുമ്പം കീപ് ദ കാൽക്കുലേറ്റർ ഇൻ റേഡിയൻ മോഡ്. കാൽക്കുലേറ്റർ മേക്ക് ഇറ്റ് ഇൻ റേഡിയൻ മോഡ്. മറക്കരുത് ഇത്. നിങ്ങൾ ആടി ഉണ്ടാ പോയാ? ആരെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ആക്ക്. വാല്യൂ കാൽക്കുലേറ്റ്. വാട്ട് ഈസ് x1? x1ന്റെ വാല്യൂ എത്ര എന്ന് പറ. ഓക്കെ ഗുഡ്. 1.2, 2.5, 3. വേരിയേഷൻ വരുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടോ? വേരിയേഷൻ ഉണ്ടോ എന്ന് പറയണേ. x1 1.2 ആണ് ഇപ്പം ചാറ്റ് ബോക്സിൽ വന്ന മെസ്സേജ്. I hope everybody has the same value. x1 1.2. So now when you calculate x2
What will be x2? Same ആണ്. ഇത്രയും സാധനം always same ആയിരിക്കും. Half into 5 minus 1 by 2 into 3. Difference will be within this brackets. Pi into. ഇവിടെ എന്താ 2 into 1 ന് പകരം now j corresponds to 2. 2 into 2 minus 1 divided by, still the denominator will be same, 2 into 3. And this value is obtained as 2.5. Okay. And similarly, you will have to find out x3, substitute all these values, these will be same. Only difference will be here, pi multiplied by what? 2 into, in place of j, now you have to substitute what? 3. 2 into 3 minus 1 divided by 2 into 3. And the value you obtained is 3.8. Okay. I hope everyone has the same value. So x1, x2, x3, 3 values നിങ്ങൾക്ക് കിട്ടി. Now, these are the accuracy points for what? The varying function x. Y is equal to f of x on. So, y is the output function and x is the input function. So, which one varies? X varies. X on a variable. So, y should be varying correspondingly with x. So, what we have obtained here, 1.2, 2.5 and 3.8. These are the accuracy positions for what? The input variable x. ഇതിൽ നിർത്താൻ പാടില്ല. എന്ന് വേണം, we have to calculate the corresponding values that you obtain for y. കാരണം y is our output function and y is dependent on x. So the function given is y is equal to x raised to 1.8. Since we have values for x1 up to x3, let us find out y1 should be equal to what? x1 raised to 1.8. So this should be equal to what? 1.2 raised to 1.8. Similarly, y2 should be equal to x2 raised to 1.8. This should be equal to what? 2.5 raised to 1.8. And now y3 should be equal to again x3 raised to 1.8. And substitute for x3, which is 3.8 raised to 1.8. Just put a message in the chat box for the values. Values എഴുത്. Get me the values of y1, y2 and y3. Chat box il message പെട്ടെന്ന്. y1 1.38. Good. What is y2? $5.2. Okay. And y3? $11.05. Okay. See, we can evaluate the correctness of these values also. At the next class, so we have obtained 3 values for 11 point, for x and y. Now, this completes the first stage of our synthesis process, as we have calculated 3 precision points regarding the variable function x and the corresponding values for the output function y. So, first stage complete. Synthesis, however we are going to synthesize this mechanism, this linkage, whatever be the human errors that we impose or whatever be the structural errors that we come across, the mechanism will generate the function y is equal to x raised to 1.8 100% accurately when or at 3 values for x, which are 1.2, 2.5, 3.8. That will give you a 100% satisfiable function, output function y corresponding to this function at y1, y2, y3. ഇതാണ് ഇതിന്റെ അർത്ഥം. Okay, we will continue with the synthesis process in the next class. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ. From the ഇത് ഇന്റർവ്യൂ അല്ല, എത്ര മണിക്കാണ് അടുത്ത പീരീഡ്? 11:10. ഈ പീരീഡിന്റെ സമയം കഴിഞ്ഞാ? എന്നാ ബ്രേക്ക് എടുത്തു കൊടുക്കുക. ഞാൻ കുറെ നേരമായി
ഓക്കെ വിൽ കണ്ടിന്യൂ. ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് കൂടെ എടുക്കാം, എന്നിട്ട് പോയിക്കോ. പിന്നെ കുറച്ച്